ഒരു തെങ്ങ് കയറാൻ 2 തേങ്ങയാ തമ്പ്ര അടിയന്റെ കൂലി. നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് തുള്ളികൾ തഴമ്പിച്ച കൈകൾ കൊണ്ട് തൂത്ത് ചാമി പറഞ്ഞു. ഓഹോ, എന്നോട് കണക്ക് പറയാറായോ ചാമി? നീയും നിന്റെ കുടുംബവും എന്റെ കാരുണ്യം കൊണ്ട് ജീവിക്കുന്നവരാ. ആട്ടെ, ഈ തേങ്ങ കൊണ്ടുപോയി നീ എന്തു ചെയ്യും? വൈപ്പും കൂടിയും ഇല്ലാത്ത പൊരയില് എന്തിനാടാ തേങ്ങ? അടിയന്റെ അടിയാത്തി ചിരുത അതുകൊണ്ട് നല്ല എണ്ണ ഉണ്ടാക്കി വിൽക്കും തമ്പ്ര. ഊരിലെ കുട്ടികളും തള്ളാരും തലയിലും മേലും തേക്കും. മുടിക്കും മെയ്യിനും നല്ലതാന്നേ. ബാക്കിയുണ്ട് ഓള് പലഹാരങ്ങൾ ഉണ്ടാക്കി ചന്തയിൽ വിൽക്കും. ചിരട്ടോണ്ട് അടിയാന്റെ മോള് സാമാനങ്ങൾ ഉണ്ടാക്കും. ചകിരി കയറുണ്ടാക്കാൻ കൊടുക്കും. ഓഹോ, ഇക്കണക്കിന് നീ കുറെ സമ്പാദിക്കൂലോ ചാമി. നീ എന്നോട് കണക്ക് പറയാൻ മാത്രമായോ? കണക്കല്ല തമ്പ്ര, കൂലിയ അടിയന്റെ. കൂലിയുമില്ല, ഒന്നുമില്ല. വെക്കം തെങ്ങ് കയറി പൊക്കിയോ? അങ്ങനെ പറയില്ലേ തമ്പ്ര. കൂലി കിട്ടാതെ അടിയൻ കയറൂല. ഓഹോ, അത്രയോ നീ? ഗോവിന്ദ, കൊടുക്ക് ഇവനുള്ള കൂലി കണക്കിന്. മുറുക്കാൻ കുഴമ്പ് ആഞ്ഞു തുപ്പി ചുണ്ട് വക്രിച്ച് കാര്യസ്ഥൻ ഗോവിന്ദനോട് ആജ്ഞാപിച്ചു. ഗോവിന്ദനും കൂട്ടരും നിമിഷ നേരം കൊണ്ട് ചാമിയെ തെങ്ങുമ്മേ കെട്ടിത്തുടങ്ങി. ചാട്ടവാറിലടിച്ചു. ചുടുചോരയും ഉമിനീരും വിയർപ്പും പൂഴി മണ്ണിൽ കൂത്തിരുന്നു. കെട്ടഴിച്ചപ്പോൾ ആ ശരീരം നിലത്ത് വീണു പിടഞ്ഞു. പയ്യെ പയ്യെ നിലച്ചു. ഇതെല്ലാം കണ്ടും കേട്ടും ചാമിയുടെ മകൻ പാച്ചു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവനെയും കുടുംബത്തെയും നാടുകടത്തി കൂടി തീ വെച്ച് നശിപ്പിച്ചു. പാച്ചുവും കുടുംബവും എത്തിയത് ഒരു ഗ്രാമത്തിലേക്കായിരുന്നു. അച്ഛൻ ബാക്കി വെച്ചത് അവൻ തുടർന്നു. തെങ്ങുകയറ്റം. തെങ്ങും തേങ്ങയും ചതിക്കില്ലെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. തെങ്ങു കയറിയും തേങ്ങ കൊണ്ട് അമ്മ ഉണ്ടാക്കുന്ന എണ്ണയും പലഹാരങ്ങളും വിറ്റും പെങ്ങൾ ചിരട്ട കൊണ്ട് മെനഞ്ഞ സാമാനങ്ങൾ വിറ്റും കുടുംബം പൂറ്റി അവൻ കാശുകാരനായി. ഒരേ ഒരു ലക്ഷ്യത്തോടെ അവൻ വളർന്നു. തിരിച്ചു പോകണം, തന്നെ താനാക്കിയ ആ മണ്ണിലേക്ക്. അച്ഛൻ്റെ ആത്മാവുറങ്ങുന്ന ആ തോപ്പ് സ്വന്തമാക്കണം. അച്ഛൻ്റെ മകൻ തെങ്ങിനോളം വളർന്നു എന്ന് കാണിച്ചു കൊടുക്കണം. അത് കണ്ട് ആ ആത്മാവ് സന്തോഷിക്കട്ടെ. അവിടെ നിന്ന് എല്ലാം വെട്ടിപ്പിടിച്ച് മടങ്ങുമ്പോൾ പറ്റുമെങ്കിൽ കൂടെ കൂട്ടണം. ഓർമ്മയിൽ കൊഞ്ചുന്ന ആ വളകിൽക്കത്തെ ഇപ്പോഴും തന്നെ കാത്തിരിക്കാന്ന് പറയുന്ന കേട്ടു. ഊരിലെ ചങ്ങായിയെ യാദൃശ്ചികമായി ചന്തയിൽ കണ്ടപ്പോൾ അങ്ങനെ 900 കിനാക്കൾ മനസ്സിൽ പേറി നടക്കണ്ട്. കനല് പോലെ കത്തി എരിയുന്നുണ്ട്. ചിലപ്പോ ഒക്കെ ദേഹം മുഴുവൻ ഒരു വിറയൽ വരും. ഓർമ്മകൾ അകത്ത് ഓടിക്കളിക്കുമ്പോൾ ചിതലരിച്ചിട്ടില്ല. ഓർമ്മകൾക്കും അനുഭവങ്ങൾക്കും കൂടുതൽ കരുത്തേകിയിട്ടേയുള്ളൂ. വർഷങ്ങൾക്കു ശേഷം തന്നെയും തൻ്റെ കുടുംബത്തെയും പിഴുതെറിഞ്ഞ ആ നാട്ടിൽ അവൻ തിരിച്ചു വരുമ്പോൾ അവനും ചങ്ങാതിമാരും കളിച്ചു നടന്ന നടവഴികളും വയൽ വരമ്പുകളും ഓർമ്മകളായി മാത്രം തീർന്നിരിക്കുന്നു. നാളുകൾക്കിപ്പുറം പലതും മാഞ്ഞുപോയി. കാത്തിരുന്നു തഴമ്പിച്ച പെണ്ണിന്റെ കണ്ണിലെ തിളക്കം മാത്രം മാറിയില്ല. അവ കൂടുതൽ തിളങ്ങിയേ ഉള്ളൂ കണ്ടപാടെ. തൻ്റെ അച്ഛനെ തച്ചുകൊന്ന ആ തെങ്ങുംതോപ്പിൽ കാലുകുത്തുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലുയർന്നു. അന്ന് തന്നെ ആട്ടി ഓടിച്ച അച്ഛനെ 2 നാളികേരത്തിന്റെ പേരിൽ കൊന്ന ആ വളപ്പ് സ്വന്തം അധ്വാന ഫലത്താൽ വാങ്ങിയപ്പോഴും ഇതേ പിടച്ചിൽ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ചോര പറ്റിയ മണ്ണ് തനിക്ക് മാത്രം. ഇവിടെ നട്ടു വളർത്തും 1000 തെങ്ങിൻ തൈകൾ. അച്ഛൻ്റെ ഓർമ്മകൾ വളമായും ചുടുചോരയായും വിയർപ്പ് ജലമായും തീരട്ടെ.